വാർത്തകൾ വിശദമായി. കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച കേസ് സിബിഐക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചു. അന്വേഷണം സിബിഐക്ക് വിടാൻ ഡിജിപി ശുപാർശ ചെയ്തു. കലാഭവൻ മണിയുടെ മരണം സിബിഐയെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ കത്തുകൂടി പരിഗണിച്ചാണ് സിബിഐ അന്വേഷണത്തിന് ഡിജിപി ലോക്നാഥ് ബെഹ്റ ശുപാർശ ചെയ്തത്. ശുപാർശ അംഗീകരിച്ച സർക്കാർ കേസ് സിബിഐക്ക് വിട്ടുകൊണ്ട് വിജ്ഞാപനം ഇറക്കും. മണിയുടെ മരണം സിബിഐക്ക് വിട്ട നടപടിയെ സഹോദരൻ RLV രാമകൃഷ്ണൻ കേസിൽ ആരോപണ വിധേയരായ ജാഫർ ഇടുക്കി, സാബു തരികിട എന്നിവർ സ്വാഗതം ചെയ്തു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. മരണം നടന്നതിൻ്റെ തലേദിവസം മണി താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൽ വന്നുപോയവരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെയും മീഥൈൽ ആൽക്കഹോളിൻ്റെയും സാന്നിധ്യം ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. മരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ആരോപണങ്ങൾ കൂടിയേറുന്ന പശ്ചാത്തലത്തിൽ ദുരൂഹതകൾ മുഴുവൻ അനാവരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് കേസ് സിബിഐക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ കേസ് സിബിഐ ഏറ്റെടുക്കും. കൊലപാതക കേസുകൾ അന്വേഷിക്കുന്ന സിബിഐയുടെ കേരളത്തിലെ യൂണിറ്റാവും കേസ് അന്വേഷിക്കാൻ സാധ്യത. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് കെ സുധാകരൻ. നട്ടലുള്ള നേതൃത്വം KPCCക്ക് വേണമെന്ന് സുധാകരൻ ദില്ലിയിൽ പറഞ്ഞു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്നും സുധാകരൻ സോണിയാഗാന്ധിയെ കണ്ട് ആവശ്യപ്പെട്ടു. എല്ലാ ആളുകളെയും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമേ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ളൂ. സോണിയാഗാന്ധിയെ കണ്ട് VM സുധീരനെതിരെയുള്ള ആരോപണങ്ങൾ തുറന്നു പ്രകടിപ്പിച്ച ശേഷമാണ് സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. സുധീരനെതിരെ പരോക്ഷമായി ആഞ്ഞടിച്ച സുധാകരൻ തെരഞ്ഞെടുപ്പിൽ ഐക്യമുണ്ടാക്കാൻ KPCC നേതൃത്വത്തിനായില്ലെന്ന് കുറ്റപ്പെടുത്തി. കൂട്ടായ ഒരു വർക്ക് ഉണ്ടായിട്ടില്ല, ഒരു മുൻകരുതൽ ഉണ്ടായിട്ടില്ല, മുൻകരുതലായ ഒരു നടപടിയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. പ്രചരണ രംഗത്ത് വളരെ പുറകോട്ട് പോയി, സാമ്പത്തിക രംഗത്ത് വളരെ പുറകോട്ട് പോയി. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തെയും BJPയെ നേരിടാൻ VM സുധീരന്റെ നേതൃത്വത്തിനാകില്ലെന്നും സുധാകരൻ പരോക്ഷമായി പ്രതികരിച്ചു. CPM ഒരു കേഡർ പാർട്ടിയാണ്. BJP എന്ന് പറയുന്ന പാർട്ടി കേഡർ അല്ലെങ്കിലും BJPയുടെ ഫോർഫ്രണ്ടിൽ നിൽക്കുന്നത് RSS ആണ്. ആ കേഡർ സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന പാർട്ടി മെക്കാനിസം ഉണ്ടാക്കിയെടുക്കാൻ കെൽപ്പുള്ള പാർട്ടി നേതൃത്വമാണ് കേരളത്തിൽ ഇന്ന് അനിവാര്യം. പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ നട്ടലുള്ള നേതൃത്വം വരണമെന്ന് വ്യക്തമാക്കിയ സുധാകരൻ സുധീരനെതിരെയുള്ള പടയൊരുക്കത്തിന് മൂർച്ച കൂട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായില്ലെന്ന് VM സുധീരൻ. രാഹുൽ ഗാന്ധിയുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തും. അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ KPCC യോഗം 2 ദിവസം നീണ്ടുനിന്ന യോഗം നെയ്യാർ ഡാമിൽ നടന്നിരുന്നു. ആ യോഗത്തിൽ ഉയർന്നു വന്ന പൊതുവായ അഭിപ്രായങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിനെ ധരിപ്പിച്ചു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സംഗതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേരളത്തിലെ പ്രധാന പാർട്ടി നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു ചർച്ച ഏതായാലും ഇതുവരെ വന്നിട്ടില്ല. UDFന്റെ പരാജയത്തിന് കാരണം കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളും മദ്യനയവുമാണെന്ന് ജോണി നെല്ലൂർ. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തോട് UDF നീതികേട് കാണിച്ചു. മുന്നണി മര്യാദകളുടെ ലംഘനവും UDFിൽ നിന്നുണ്ടായതിൽ പാർട്ടിക്ക് അസംതൃപ്തിയുണ്ടെന്നും ജോണി നെല്ലൂർ കോട്ടയത്ത് പറഞ്ഞു. അടിക്കടി ഉണ്ടായ അഴിമതി ആരോപണങ്ങൾ, കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ, പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആളുകളുടെ പ്രസ്താവനകൾ, അത് ജനങ്ങളുടെ ചിന്താക്കുഴപ്പം അല്ലെങ്കിൽ അവരുടെ ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചു. മദ്യനയം ഞങ്ങൾ ആ കാലത്ത് തന്നെ പറഞ്ഞിരുന്നു. മതിയായ ചർച്ചകളില്ലാതെ എടുത്ത തീരുമാനമാണ്, വികലമാണ് എന്ന് പറഞ്ഞിരുന്നു. ജിഷ വധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ വ്യക്തത വരുത്താൻ സാങ്കേതിക വിദഗ്ധർക്ക് കൈമാറും. ദൃശ്യങ്ങളിലുള്ളത് ജിഷയാണെന്ന് തിരിച്ചറിയാൻ അമ്മയ്ക്കും സഹോദരിക്കും കഴിയാത്ത സാഹചര്യത്തിലാണ് ദൃശ്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്താൻ പോലീസ് തീരുമാനിച്ചത്. അമ്മ രാജേശ്വരിയിൽ നിന്നും വിശദമായ മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം വട്ടോളിപ്പടി വള്ളടിപ്പോയിലെ CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ പോലീസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. വട്ടോളിപ്പടിയിൽ റോഡിലൂടെ ജിഷ നടന്നു പോകുന്നതായിരുന്നു ദൃശ്യങ്ങളിലുള്ളത്. മഞ്ഞ ഷർട്ട് ധരിച്ച ഒരു യുവാവ് പിന്തുടരുന്നതായി സംശയിക്കാവുന്ന ദൃശ്യങ്ങളും ഇതിലുണ്ട്. ദൃശ്യങ്ങളിലെ വ്യക്തതക്കുറവാണ് ഇപ്പോൾ പോലീസിനെ കുഴയ്ക്കുന്നത്. ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമല്ല. ദൃശ്യങ്ങളിലുള്ളത് ജിഷ തന്നെയാണോ എന്ന സംശയവും നിലനിൽക്കുന്നു. ജിഷയുടെ അമ്മയ്ക്കും സഹോദരി ദീപയ്ക്കും ദൃശ്യങ്ങളിലുള്ളത് ജിഷയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചത്. ദൃശ്യങ്ങളിൽ വ്യക്തത വരുത്താൻ സാങ്കേതിക വിദഗ്ധർക്ക് കൈമാറും. അന്വേഷണത്തിന്റെ ഭാഗമായി വട്ടോളിപ്പടിയിൽ പോലീസ് പരിശോധന നടത്തി.
CCTV ദൃശ്യങ്ങളിലുള്ള ഭാഗത്താണ് പോലീസ് പരിശോധന നടത്തിയത്. ഇതിനിടെ ചോദ്യം ചെയ്യലുകളും മൊഴിയെടുക്കലുകളും തുടരുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 6 പേരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി പോലീസ് ചോദ്യം ചെയ്തു. ഇതിനിടെ ജിഷയുടെ അമ്മയിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നടപടികൾ ആരംഭിച്ചു. ഇതിനായി 25 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയും തയ്യാറാക്കിയിട്ടുണ്ട്. മുൻ മൊഴികളിലെ പരസ്പര വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. ഇടുക്കി വെൺമണിയിൽ നിന്ന് പിടിയിലായ യുവാവിന്റെ DNA പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചു. ഹൈദരാബാദിലെ കേന്ദ്ര ലാബിലേക്ക് ഇതിനായി സാമ്പിളുകൾ അയച്ചു. കഴിഞ്ഞ ദിവസം പിടിയിലായ ഇയാളെ വിട്ടയച്ചെങ്കിലും മുഴുവൻ സമയവും ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. UDFന്റെ പരാജയത്തെ തുടർന്നുള്ള കോൺഗ്രസിലെ സംഘടനാ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സുധീരനെ മാറ്റണമെന്നുള്ള AI ഗ്രൂപ്പുകളുടെ ആവശ്യത്തെ തുടർന്നാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, കൂടിക്കാഴ്ച ഇപ്പോഴും പുരോഗമിക്കുകയാണോ? സോമി, 5 മണിയോടുകൂടി രാഹുൽ ഗാന്ധിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച ആരംഭിച്ചത്. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, VM സുധീരൻ എന്നിവരോടൊപ്പം AK ആന്റണിയും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്കും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും 1 മണിക്കൂറിലേറെയായി കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിലെ പ്രശ്നങ്ങൾ പ്രധാനമായും VM സുധീരനെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കുക എന്ന AI ഗ്രൂപ്പുകളുടെ ആവശ്യം എങ്ങനെ രാഹുൽ ഗാന്ധി പരിഹരിക്കും എന്നതാണ് ഏറ്റവും നിർണായകം. നിലവിൽ കേരളത്തിലുണ്ടായ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം VM സുധീരൻ്റെ ചില തെറ്റായ നിലപാടുകളാണ് എന്നാണ് AI ഗ്രൂപ്പുകൾ അറിയിക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടിയിൽ ഐക്യമുണ്ടാക്കാൻ VM സുധീരന് കഴിഞ്ഞിട്ടില്ല. മുമ്പ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ പോലും പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു ഐക്യത്തോടെ പാർട്ടി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. AK ആന്റണിയും K കരുണാകരനും ഉണ്ടായിരുന്ന കാലത്ത്, ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഉണ്ടായിരുന്ന കാലത്ത് പോലും പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ VM സുധീരൻ്റെ കാലത്ത് അതിന് കഴിയുന്നില്ല എന്നാണ് AI ഗ്രൂപ്പുകൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുക, VM സുധീരനെ സ്ഥാനത്ത് നിന്ന് നീക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ നീക്കാനുള്ള നടപടികളെങ്കിലും ഈ ചർച്ചയോടുകൂടി തുടക്കമിടുക, ഇതാണ് AI ഗ്രൂപ്പുകൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് രാവിലെ ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയെ കണ്ടിരുന്നു, ഇതേ ആവശ്യം ഉന്നയിച്ചു. കൂടാതെ I ഗ്രൂപ്പ് ദൂതനായി K സുധാകരനും ഇതേ നിലപാട് തന്നെയാണ് സോണിയാഗാന്ധിക്ക് മുമ്പിൽ ആവർത്തിച്ചിരിക്കുന്നത്. K സുധാകരൻ അല്പസമയം മുമ്പ് ഇക്കാര്യം തുറന്നു പറഞ്ഞ ഒരു പൊട്ടിത്തെറിക്ക് തന്നെ തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എങ്ങനെ പ്രശ്നം പരിഹരിക്കും എന്ന കാര്യത്തിൽ യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പോലും രാഹുൽ ഗാന്ധി മനസ്സ് തുറന്നിട്ടില്ല. ഒരു സമവായ ശ്രമം ഉണ്ടാക്കാനായിരിക്കും ശ്രമിക്കുക. 3 നേതാക്കൾ ഇപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. UDF കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടിയെ സമ്മർദ്ദത്തിലാക്കുക, ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെടുക. തുടർന്ന് 3 നേതാക്കൾക്ക് 3 സ്ഥാനത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. പിന്നീട് AICC പുനഃസംഘടന ഉണ്ടാകുന്ന സമയത്ത് KPCC പുനഃസംഘടനയെ നടത്തുക. ഇതാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫോർമുല. പക്ഷേ ഇത് ഉമ്മൻചാണ്ടി എങ്ങനെ അംഗീകരിക്കുന്നതാണ് പ്രധാനം. പ്രത്യേകിച്ച് UDF കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ യോഗത്തോടു കൂടിയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. 9 മണിയോടുകൂടി കേരളത്തിലേക്ക് മടങ്ങും എന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം ഇല്ല എങ്കിൽ നേതാക്കൾ നാളെയും ഡൽഹിയിൽ തുടരേണ്ടി വരും. സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറി. വലിയ ആരവങ്ങളൊന്നുമില്ലാതെ രാവിലെ കുടുംബത്തോടൊപ്പമാണ് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെത്തിയത്. പ്രത്യേകിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നുമില്ലാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റിയത്. രാവിലെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടപ്പോൾ മാത്രമാണ് പുറംലോകം ഇതറിഞ്ഞത്. രാവിലെ വലിയ ആരവങ്ങളൊന്നുമില്ലാതെ കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ക്ലിഫ് ഹൗസിലെത്തിയത്. തുടർന്ന് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാനായി AKG സെന്ററിൽ പോയി. അതിനിടയിൽ കൊച്ചുമകൻ പുറത്ത് പൂന്തോട്ടത്തിലെത്തി അവിടെയെല്ലാം ഓടി നടന്ന് കണ്ടു. പിണറായിയുടെ ഭാര്യ കമലയുടെ മേൽനോട്ടത്തിൽ മറ്റ് സാധനങ്ങളെല്ലാം ക്ലിഫ് ഹൗസിലേക്ക് മാറ്റി. ഉച്ചയ്ക്ക് 1 മണിയോടെ AKG സെന്ററിൽ നിന്നും മുഖ്യൻ ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങിയെത്തി. ഔദ്യോഗികമായി അറിയിപ്പുകളൊന്നും നൽകാത്തതിനെ തുടർന്ന് വലിയ മാധ്യമപ്പടയും ക്ലിഫ് ഹൗസിനു മുന്നിൽ ഉണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഞ്ജു ബോബി ജോർജിനെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് EP ജയരാജൻ. മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും തീരുമാനമെടുക്കുമ്പോൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. പറയാനുള്ളത് പറയേണ്ട സമയത്ത് തന്നെ നിങ്ങളോട് പറയൂ. ഊഹാപോഹങ്ങൾ കേട്ട് അത് പ്രചരിപ്പിക്കരുത്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ പറയേണ്ട സമയത്ത് തന്നെ ഞങ്ങൾ നിങ്ങളോട് പറയാം. ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കെല്ലാം അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും.
ഹൈക്കോടതി ജഡ്ജിക്ക് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ കോഴ വാഗ്ദാനം ചെയ്ത സംഭവം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി വിജിലൻസ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ മൊഴി രേഖപ്പെടുത്തി. കോഴ വാഗ്ദാന വിവരം വെളിപ്പെടുത്തിയ ജസ്റ്റിസ് KT ശങ്കരനിൽ നിന്നും അടുത്ത ദിവസം വിജിലൻസ് മൊഴിയെടുക്കും. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ ബന്ധുക്കൾ തനിക്ക് 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് ജസ്റ്റിസ് KT ശങ്കരന്റെ വെളിപ്പെടുത്തലിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അനുമതിയോടെ ഹൈക്കോടതി സമുച്ചയത്തിലെത്തിയാണ് വിജിലൻസ് സംഘം മൊഴിയെടുത്തത്. ജസ്റ്റിസ് KT ശങ്കരന്റെ മൊഴി വരും ദിവസങ്ങളിൽ വിജിലൻസ് സംഘം രേഖപ്പെടുത്തും. ഇതിനായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി വിജിലൻസ് തേടിയിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ജഡ്ജി തുറന്ന കോടതിയിൽ കോഴ വാഗ്ദാന വിവരം വെളിപ്പെടുത്തി കേസിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ചത്. പ്രതികളുടെ കരുതൽ തടങ്കൽ ഒഴിവാക്കാൻ 25 ലക്ഷം രൂപ പ്രതികളുടെ ബന്ധുക്കൾ വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു ജഡ്ജി വെളിപ്പെടുത്തിയത്. ഇതിനെ തുടർന്ന് വിജിലൻസ് വിഭാഗം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. യുക്തിവാദിയും സാമൂഹ്യ പ്രവർത്തകനുമായ നരേന്ദ്ര ദബോൽക്കറുടെ വധവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിൽ. സനാതൻ സംസ്ഥ എന്ന സംഘടനയുടെ പ്രവർത്തകനായ ഡോക്ടർ വീരേന്ദ്ര തവോഡെയാണ് CBI അറസ്റ്റ് ചെയ്തത്. പനവേലിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് CBI വ്യക്തമാക്കി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. 2013 ദബോൽക്കർ മുംബൈയിൽ വെടിയേറ്റ് മരിച്ചത്. റംസാൻ കാഴ്ച. റംസാൻ നോമ്പ് തുറയ്ക്കുള്ള റെഡിമെയ്ഡ് ഭക്ഷണ വിഭവങ്ങളുമായി നാടെങ്ങും വിൽപ്പന സ്റ്റാളുകൾ. നോമ്പുകാലത്ത് മാത്രം തുറക്കുന്ന ഇത്തരം താൽക്കാലിക വിൽപ്പന കേന്ദ്രങ്ങളിൽ സമോസ മുതൽ ബിരിയാണി വരെയുള്ള നാടൻ വിഭവങ്ങൾ ലഭ്യമാണ്. കാസർഗോഡ് നഗരത്തിലും പാതയോരങ്ങളിലും തുറന്നിട്ടുള്ള ഡസൻ കണക്കിന് പലഹാരക്കടകളിൽ നല്ല തിരക്കാണ് കാണാനാകുന്നത്. നഗര ഗ്രാമഭേദമന്യേ പാതയോരങ്ങളിൽ റംസാൻ നോമ്പുതുറയ്ക്കുള്ള റെഡിമെയ്ഡ് ഭക്ഷണ വിഭവങ്ങളുമായി താൽക്കാലിക വിൽപ്പനശാലകൾ ഇപ്പോൾ സജീവമാണ്. കാസർഗോഡ് ജില്ലയിൽ ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങൾ നിരവധിയാണ്. ബേക്കറികൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, വ്യക്തിഗത സംരംഭകർ എന്നിവരെല്ലാം നോമ്പുതുറയ്ക്കുള്ള റെഡിമെയ്ഡ് വിഭവങ്ങളുമായി വിൽപ്പന കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ആളുകൾ വീട്ടിലുണ്ടാക്കുന്നതിനായിട്ടും കൂടുതലായിട്ട് റെഡിമെയ്ഡ് വാങ്ങുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മളിവിടെ തന്നെ എത്തുന്നത്. ആളുകൾ മോശമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ടും കൂടുതലായിട്ടുണ്ട്. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞാണ് വിൽപ്പനശാലകൾ സജീവമാകുന്നത്. ചൂടോടെ എത്തുന്ന നാടൻ വിഭവങ്ങൾ വാങ്ങാൻ സ്ത്രീകൾ ഉൾപ്പെടെ ആവശ്യക്കാരുടെ നല്ല തിരക്കാണ് വിൽപ്പന കേന്ദ്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. പരിശുദ്ധമായ റംസാൻ നോമ്പുതുറയ്ക്ക് നാടൻ ഭക്ഷണ വിഭവങ്ങൾ ഏറെ പ്രിയമാണ്. റംസാൻ കാലത്ത് ഇത്തരം വിപണനശാലകൾ എവിടെയും കാണാൻ സാധിക്കും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ കോഴിക്കോട് ചേർന്ന ജനതാദൾ യു സംസ്ഥാന സമിതി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം നേരിടാൻ നേതാക്കളുടെ രാജിനാടകവും. സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസുമാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. ഇവരുടെ രാജി സംസ്ഥാന കമ്മിറ്റി സ്വീകരിച്ചില്ല. സംസ്ഥാന സമിതി യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജും ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസും രാജ്യപ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ ഇരുവരുടെയും തീരുമാനത്തെ പാർട്ടി പ്രസിഡന്റ് MB വീരേന്ദ്രകുമാർ പരിഹാസരൂപേണ തള്ളിക്കളഞ്ഞു. സംസ്ഥാന സമിതിയും രാജി അംഗീകരിച്ചില്ല. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നുവന്നത്. LDF-ലേക്ക് പോകണമെന്ന ഭൂരിപക്ഷ അഭിപ്രായത്തെ മറികടന്ന് UDF-ൽ തന്നെ തുടരാൻ തീരുമാനിച്ചതിനെതിരെ അംഗങ്ങൾ ചർച്ചയിൽ ആഞ്ഞടിച്ചു. UDF-ൽ തുടർന്നതും ജനകീയ പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കാത്തതും പാർട്ടിയുടെ ഐഡന്റിറ്റിയെ ബാധിച്ചതായി വർഗീസ് ജോർജ് പറഞ്ഞു. നവലിബറൽ നയങ്ങൾക്കെതിരെ, ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ കുറേ കാലം പാർട്ടി നിശബ്ദമായി പോയതാണ് ഈ പാർട്ടിയുടെ അപ്രതിഹതമായ പരാജയത്തിന് കാരണം എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതിനിടെ തന്നെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മനയത്ത് ചന്ദ്രൻ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കത്ത് നൽകി. വളരെ ദയനീയമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ജനതാദൾ യു മുന്നോട്ട് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമാവശേഷമായതോടെ ഇനി എന്ത് ചെയ്യണം എന്ന ആശങ്കയാണ് നേതാക്കൾ പങ്കുവെക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്.